നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രഡീഷണലായ അടമാങ്ങ കൂട്ടാനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിലൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ധാരാളം മാവിൻ്റെ ചോട്ടിൽ നിന്ന് മാങ്ങയൊക്കെ വീഴാറില്ലേ? ആ മാങ്ങകളൊക്കെ നല്ല പുളിയുള്ള മാങ്ങകളൊക്കെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരാഴ്ചയോളം വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത മാങ്ങയാണിത്. ഇത് ഒരു 2-3 വർഷം കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ വെറുതെ ഉപ്പൊന്നും ഇടണ്ട, സാധാരണയായി ഉണക്കിയെടുത്താൽ മതി. ഈ അടമാങ്ങയെ നമുക്കൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ നമ്മളുടെ സ്പെഷ്യൽ കറി തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. കുതിർത്തെടുത്ത അടമാങ്ങയും പാകത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കല്ലുപ്പിടുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുക്കറിൽ ഒരു 4 വിസിൽ വരുത്തിയെടുക്കുക. നന്നായി വേകണം കേട്ടോ. സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതേപോലെ ഒരു 5 ഗ്രാം കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 5 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായി ഫ്രൈ ആക്കുക. ഇത് നന്നായി ഫ്രൈ ആക്കി ആറിയതിന് ശേഷം ഒരു നാളികേരത്തിൻ്റെ പകുതി ഭാഗം കൂടി ചേർത്ത് വേണം നമുക്ക് മസാല അരച്ചെടുക്കേണ്ട. നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. നന്നായി ആറിക്കഴിഞ്ഞു. ഈ നാളികേരവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കും. കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ച മസാല കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാളികേരവും കുരുമുളകും വറ്റൽമുളകും കൂടി അരച്ച കൂട്ടാണിത്. ഇത് നമുക്കിനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇതേപോലെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. വേണ്ട, ഇങ്ങനെ ഇരിക്കും നമ്മളുടെ അടമാങ്ങ കറി. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം താളിപ്പ് ചേർക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു 30 ഗ്രാം നാളികേരം ചതച്ചതിട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടി നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്ത് ഈ കറിയിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നാളികേരം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കറിവേപ്പിലയിട്ട് തീ ഓഫ് ചെയ്യും. വറുത്ത ചേരുവ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. രുചികരമായ ട്രഡീഷണൽ അടമാങ്ങ കൂട്ടാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്